ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം പരിശുദ്ധനായ പൗലോസ്ലീഹ റോമസഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം. ആരോടും തിന്മയ്ക്ക് പകരം തിന്മ പ്രതികാരം ചെയ്യരുത്, പിന്നെയോ സർവ്വ മനുഷ്യരുടെ മുമ്പിൽ നന്മ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യമുള്ളവരായിരിക്കണം. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കും. അവർക്കെതിരെ അതേ രീതിയിൽ, അതേ നാണയത്തിൽ മറുപടി കൊടുക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ വചനം ഓർമ്മിപ്പിക്കുകയാണ്, നിന്നോട് തിന്മ ചെയ്യുന്നവർക്ക് നീ പ്രതികാരം ചെയ്യുന്നത് അല്ലെങ്കിൽ പകരം തിന്മ കൊടുക്കരുത്, ചെയ്യരുത്, പിന്നെയോ എല്ലാവരുടെ മുമ്പിൽ നന്മയായിട്ടുള്ളത് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. നമുക്ക് തിന്മ തന്നാലും നന്മ ചെയ്യുവാൻ ഇടയായിത്തീരുക. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം. മോശ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കോളും. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് അതേ നാണയത്തിൽ തിന്മ പ്രതികാരം ചെയ്യാതെ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ ചെയ്താൽ തീർച്ചയായും ദൈവം അവരോട് പൊരുതിക്കോളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ പ്രവർത്തിക്കാം, നന്മ ചെയ്യാം. നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ വചന ഭാഗമിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.